കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീനെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാവിലെ അവിടുത്തെ ദയം, രാത്രി തോറും അവിടുത്തെ വിശ്വസ്തയും വർണ്ണിപ്പാൻ കർത്താവ് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം എപ്പോഴും നമ്മുടെ ബലമാവണം. പൗലോസ് പറയുന്ന പ്രസ്താവന, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. സാഹചര്യങ്ങൾ എതിരായപ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ, ആമത്തിലായപ്പോൾ, എല്ലാ എതിരുകളും തലയ്ക്കുമിതേ കവിഞ്ഞു വന്നപ്പോഴും പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. എൻ്റെ കരത്തിൽ പിടിച്ച ഒരുവനുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ദിവസം വരെ കാക്കുവാൻ അവിടുന്ന് ശക്തനാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, പ്രതികൂലങ്ങളും രേഖകളും ബന്ധനങ്ങളും കാത്തിരുന്നപ്പോഴും കർത്താവിൽ സന്തോഷിക്കാനിടയാകാൻ എങ്ങനെ കഴിഞ്ഞു? പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, എൻ്റെ കരത്തിൽ പിടിച്ചവനുണ്ട്, ആ ദിവസം വരെ കാക്കുന്ന ഒരുവനുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചതെന്ന് എനിക്കറിയാം. എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്നവൻ ആരാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന് താൻ ആവർത്തിച്ചു പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് ഒരു ശക്തമായ പ്രഖ്യാപനം ഉണ്ടാകണം. ഞാൻ സേവിച്ചു വരുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ വീണ്ടെടുപ്പുകാരൻ ആരാന്ന് എനിക്കറിയാം. വഴിയിലിട്ടേച്ചു പോകുന്നവനല്ല, എത്തിക്കേണ്ട സ്ഥാനത്ത്, ശാന്ത തുറമുഖത്ത് എത്തിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റ് കണ്ടാൽ ഞാൻ ഭയപ്പെടില്ല. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാസിച്ചു, തിരകളടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അങ്ങനെയെങ്കിൽ യഹോവയെ, അവിടുത്തെ നന്മയെ ചൊല്ലി ഇന്ന് പകൽ മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കാൻ നമുക്കിടയാവണം. നമ്മുടെ കർത്താവ് വലിയവനും ഭയങ്കരനുമാണ്. രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ അവിടുന്ന് എല്ലാ ദിവസവും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പല പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ തകർന്നു പോയിട്ടുണ്ട്, ഭംഗം വന്നിട്ടുണ്ട് മാനുഷ്യമായി. പക്ഷേ യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, ഞാൻ കണ്ട ഒരു ദർശനമുണ്ട്. അല്പസമയം പൊട്ടക്കുഴിയും കാരാഗ്രഹവും ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ നടുവിൽ എന്നെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ നടുവിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ നടുവിലും ദർശനത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. കൂടെ നിന്നവരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു, ദർശനം നടക്കുന്നത് കാണട്ടെ, സ്വപ്നം എന്താകുമെന്ന് കാണട്ടെ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ പറയുന്നു, ദർശനം കാണിച്ചത് ദൈവമാണെങ്കിൽ അതിലേക്ക് തന്നെ എത്തിക്കും. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു ദൈവമല്ല നിൻ്റെ ദൈവം. തീർന്നു എന്ന് പറയുന്നിടത്ത് അസ്തമിച്ച് പുറത്തു വരത്തില്ല. ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്നെല്ലാവരും പറയുമ്പോൾ കഴിയത്തില്ല.
പുതിയ ചില തുടക്കങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത നിങ്ങളെ ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല. ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 29-ാം സങ്കീർത്തനം 4-ാമത് വാക്യം. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നാം വായിക്കുന്നത് ഓരോ വാക്യങ്ങളും. ഒന്ന്, ശക്തിയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ സങ്കീർണമായാലും അതിൻ്റെ മീതെ ശക്തിയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലാസർ മരിച്ചു, 4 ദിവസമായി, നാറ്റം വെച്ചു, കല്ല് വെച്ചു, സാധ്യതയില്ലെന്ന് പറഞ്ഞു. കുടുംബക്കാർ പറഞ്ഞു ഒടുക്കത്തെ നാളിലേ ഉള്ളൂ. ചർച്ചക്കാർ പറഞ്ഞു ഇനി നടക്കത്തില്ല. പക്ഷേ യേശു കല്ലറയ്ക്കലേക്ക് വന്നിട്ട് അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ട് യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു ഉറക്കെ വിളിച്ചു, ലാസറെ പുറത്തു വരിക. പ്രിയ സഹോദരങ്ങളെ, ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ചീഞ്ഞളിഞ്ഞു എന്ന് പറഞ്ഞു, നാറ്റം വെച്ചു, ഒടുക്കത്തെ നാളിലെ വിടുതൽ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ കുടുംബക്കാരും ചർച്ചുകാരും നോക്കി നിൽക്കെ ആ ശബ്ദത്തിൻ്റെ ശക്തിയാൽ ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽ ആ ശബ്ദം അടയ്ക്കപ്പെട്ട ചില വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത ചില സബ്ജക്റ്റിൻ്റെ മേൽ മുഴങ്ങുന്ന ശബ്ദം ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ കണ്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ നാളുകളിലെ നോക്കി ലോകം പറയുന്നു തീർന്നില്ല, ഒരു ശബ്ദം പുറത്തു വരിക എന്ന് പറയുന്ന ശബ്ദം. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനിയും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്ക് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണൽ കിടന്ന ഏലിയാവിന് വേണ്ടി ഈ ശബ്ദമൊന്ന് മുഴങ്ങി. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നിനക്കിനി ദൂരയാത്രയുണ്ട്. പ്രൈസ് ദ ലോർഡ്. നാളെ ഇതേ നേരത്ത് ഏലിയാവിൻ്റെ ശുശ്രൂഷകളെ, തൻ്റെ ആരാധനയെ, തൻ്റെ പ്രവചനത്തെ ഒക്കെ തീർക്കുമെന്ന് ഇസബെൽ അണിയറയിൽ ശബ്ദം മുഴക്കിയപ്പോൾ ദൈവശബ്ദം മുഴങ്ങി, ദൂരയാത്രയുണ്ട്. ആ ശബ്ദത്താൽ ഏലിയാവ് ശക്തനാകുകയാണ്. മാനുഷിക ശബ്ദങ്ങൾ നിങ്ങളെ തളർത്തുമ്പോൾ, മാനുഷിക വാക്കുകൾ നിങ്ങളെ ബലഹീനമാക്കുമ്പോൾ, ഇനി കഴിയത്തില്ലെന്ന് ചിന്തിപ്പിക്കുമ്പോൾ, മെഡിക്കൽ സയൻസിൻ്റെ വാക്കുകൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുമ്പോൾ, കുടുംബക്കാരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ഈ പുറത്ത് ദൈവത്തിൻ്റെ വാക്ക്, നിനക്കിനിയും യാത്രകളുണ്ട്, നിനക്കിനിയും ചലിക്കേണ്ടതുണ്ട്, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ നീ കാണാൻ പോകുകയാണ് എന്ന് പറയുന്ന ശബ്ദം ശക്തിയോടെ മുഴങ്ങുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. പത്മോസിൻ്റെ ഏകാന്തതയിൽ ഡൊമിഷ്യൻ പറഞ്ഞു, നീ തിരിച്ചു വരില്ല യോഹന്നാനെ, ഇവിടം കൊണ്ട് തീർന്നു. ഞാൻ ആരെയൊക്കെ ഇട്ടിട്ടുണ്ടോ അവരാരും തിരിച്ചു വന്നിട്ടില്ല. പത്മോസിൽ ഡൊമിഷ്യൻ അതാണ് യോഹന്നാനെ നോക്കി പറയാനുള്ളത്. ആ ശബ്ദമൊന്നും യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല, ആ വാക്കുകൾ തന്നെ തകർത്തില്ല. കാരണം താൻ റിസീവ് ചെയ്ത ആ വാക്കല്ല, മറിച്ച് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള എൻ്റെ യേശുവിൻ്റെ ശബ്ദം
യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമായിരിക്കുന്നു. ഡൊമിഷ്യൻ്റെ കയ്യിലല്ല കേട്ടോ. ലോകത്തിൻ്റെ ശബ്ദം റിസീവ് ചെയ്യരുത്. ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന ശബ്ദം നിങ്ങൾ ഏറ്റെടുക്കരുത്. മറിച്ച് നിങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം ഏത് തകർച്ചകളെ മാറ്റുന്ന, ഏകാന്തതകളിൽ വെളിപ്പാടുകൾ നൽകുന്ന, അടുത്ത ജനറേഷന് വേണ്ടത് കൊടുക്കാൻ നിങ്ങളെ നിയോഗിച്ച് കരുത്തോടെ കൊണ്ടുവരുന്ന ആ ശബ്ദം ഇന്നു പകൽ വെളിപ്പെട്ടു വരട്ടെ. മരുഭൂമിയിൽ തീരുമെന്ന് വിചാരിച്ച് വളരെ വേദനയോടെ കരഞ്ഞ ഹാഗറിന് വേണ്ടി ഒരു ശബ്ദം മുഴക്കുകയാ. ഹാഗറേ എന്ന് വിളിക്കുന്ന ശബ്ദം. ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക, നിൻ്റെ വാഗ്ദത്തങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുക. വാഗ്ദത്തം നഷ്ടപ്പെടില്ല കേട്ടോ. ഹല്ലേലൂയ. മരുഭൂമിയിലാണ്. ഹാഗർ പറയും, എന്നെ കാണുന്നവനെ, ആ ശബ്ദം ഞാൻ ഇവിടെയും കണ്ടുവല്ലോ, ആ ശബ്ദം ഞാൻ കേട്ടുവല്ലോ. പ്രിയ സഹോദരങ്ങളെ, മരുഭൂമിയുടെ അവസ്ഥയിൽ ഇനി വാഗ്ദത്തം കാണാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴില്ല, പേര് വിളിക്കുന്ന ഒരു ശബ്ദം ഇന്നു പകൽ മുഴങ്ങുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ഇന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എൻ്റെ സബ്ജക്റ്റിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. യോ 35:5 ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. ആരാഞ്ഞുകൂടാത്ത അതിശയങ്ങൾ സംഭവിക്കുന്ന നാദം, ഈ പകൽ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന നാദം, വനങ്ങളുടെ തോലുരിക്കുന്ന നാദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള നാമം ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ആ ശബ്ദത്തിൻ്റെ ശക്തി പുറപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് റിസീവ് ചെയ്യാൻ തയ്യാറാകൂ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ശബ്ദം, എനിക്ക് കഴിയുമെന്ന് പറയുന്ന ശബ്ദം, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ശബ്ദം, ഞാൻ റാഫ എന്ന് പറയുന്ന ശബ്ദം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ മഹിമയോടെ ഇന്ന് പ്രഭാതത്തിൽ മുഴങ്ങി അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൻ സ്തോത്രം. ദൈവപ്രവൃത്തിയായത് വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവം വെളിപ്പെടുത്തി അവിടുത്തെ ജനത്തെ ആദരിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശബ്ദം മഹിമയോടെ ശക്തിയോടെ ഇന്ന് പകൽ മുഴങ്ങുമ്പോൾ വലിയ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.